നിലവിൽ വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ട്. ഇതുവഴി നിരവധി വാഹനങ്ങൾ, വിനോദസഞ്ചാരികളും അടക്കം തന്നെ വന്നു പോകുന്ന നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ്. അപ്പോൾ അതിനോട് നിരവധി വാഹനങ്ങളുണ്ട്, നിരവധി ആളുകളുണ്ട്. ഇങ്ങനെ ജനത്തിരക്കുള്ള ഒരു നഗരമധ്യത്തിൽ ഒരു മരത്തിന് മുകളിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു പെരുമ്പാമ്പ്, വലിപ്പമുള്ള ഒരു പെരുമ്പാമ്പ് കയറി ഇങ്ങനെ ഇരിക്കുന്നത്. അത് ഇതിൻ്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ്, ചെറിയ ചില്ലയിലേക്കാണ് കയറി നിൽക്കുന്നത്. കാക്കകളൊക്കെ വന്ന് ആക്രമിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പാമ്പ് ഓരോ ചില്ലകളിൽ കൂടി മാറി അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ മുതൽ ഈ സമയം ഇത്രയും സമയത്തിനകം തന്നെ ഇവിടെ ഈ പെരുമ്പാമ്പ് ഈ മരത്തിന് മുകളിൽ ഇങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് ഏറെ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഏതെങ്കിലും രീതിയിൽ അവിടെ നിന്ന് താഴേക്ക് ചാടിയാൽ അത് ജനവാസ മേഖലയാണ്, ഇവിടുത്തെ വീടുകളുണ്ട്, ആൾത്താമസമുള്ള ഇടങ്ങളുണ്ട്, വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, അവിടേക്ക് വന്ന് വീഴാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. എന്തായാലും എങ്ങനെയായിരിക്കണം ഈ പാമ്പിനെ ഇവിടുന്ന് താഴേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെ വലിയ രീതിയിലുള്ളൊരു ആശങ്ക ഉളവാക്കുന്നൊരു കാര്യമാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ സ്വീകരിച്ചു വരുന്നുണ്ട്. രാവിലെയാണ് ഈ പെരുമ്പാമ്പിനെ ഇങ്ങനെ മരത്തിൽ കാണുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് ഈ പാമ്പിനെ കാണുന്നത്. കാരണം അപ്രതീക്ഷിതമായിട്ടാണ് നഗരമധ്യത്തിന് ഇത്തരത്തിൽ വലിയ ഒരു പാമ്പിനെ മരത്തിന് മുകളിൽ ഇങ്ങനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ കാഴ്ചക്കാരായി നിരവധി ആളുകൾ എത്തുന്നുണ്ട്. പാമ്പിനെ എങ്ങനെയെങ്കിലും താഴേക്ക് എത്തിക്കുക അല്ലെങ്കിൽ പിടികൂടുക എന്നുള്ളത് തന്നെ വലിയ ഒരു വെല്ലുവിളിയെ തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ എങ്ങനെയാണ് ഈ പെരുമ്പാമ്പ് ഇവിടെ എത്തിയത് എന്നുള്ള കാര്യത്തിൽ എല്ലാം തന്നെ വലിയ രീതിയിൽ ഒരു ആശങ്ക അല്ലെങ്കിൽ ഭീതിയൊക്കെ നിൽക്കുന്നുണ്ട്. കാരണം നഗരമധ്യത്തിൽ ഈ ആൾത്താമസമുള്ള ഇടങ്ങളിൽ അല്ലെങ്കിൽ ഇത്രമാത്രം ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെ ആളൊഴിഞ്ഞ ഒരു പറമ്പിലെ മരത്തിലാണ് ഈ പെരുമ്പാമ്പിനെ കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതൽ എത്തേണ്ടതുണ്ട്. പാമ്പിനെ പിടികൂടാനുള്ള മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ജനങ്ങൾ കൂടുതലായി എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ ഇടയ്ക്കൊക്കെ ഇവിടെ മറ്റ് വാഹനങ്ങൾ ബസ്സുകൾക്ക് നിർത്തി ഇട്ട് അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളെല്ലാം വഴിയിലേക്ക് നിർത്തിയിട്ട് പെരുമ്പാമ്പിനെ കാണാനായി കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്. അത്തരത്തിൽ വന്നാൽ കൂടുതൽ ഗതാഗതക്കുരുക്കിന് അടക്കമുള്ള ഒരു സാധ്യതകൾ കാണുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഈ പെരുമ്പാമ്പിനെ മരത്തിന് മുകളിൽ കാണുന്ന കാഴ്ച ഒരുപക്ഷെ ഉള്ളവർക്ക് അപൂർവ കാഴ്ചയാകാം. ഉൾപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ മലയോര മേഖലകളിലൊക്കെ പെരുമ്പാമ്പിനെയൊക്കെ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ജനവാസ മേഖലകളിൽ പെരുമ്പാമ്പടക്കം എത്താറുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആളുകളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. ഒരുപക്ഷെ നഗരമധ്യത്തിൽ വളരെ അപൂർവമായി കാണുന്ന ഒരു കാഴ്ച കൂടിയായിരിക്കാം. പക്ഷേ ഇത് ഏതെങ്കിലും ഒരു വീട്ടിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനത്തിലായിരുന്നെങ്കിൽ ഈ പെരുമ്പാമ്പ് എത്തിച്ചേർന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ജനവാസ മേഖലയിലേക്ക് മറ്റിടങ്ങളിലേക്കൊക്കെ എത്തിയാൽ ഒരുപക്ഷെ സ്ഥിതി മാറിയേനെ. എന്തായാലും ഈ വലിയ ഒരു മരത്തിന് മുകളിൽ ആ മരത്തിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ആ മരത്തിൻ്റെ കണ്ടാൽ മനസ്സിലാവും. മരത്തിൻ്റെ ദൃശ്യങ്ങൾ അത് തന്നെയാണ് ദിവ്യ ഏറ്റവും വലിയൊരു വെല്ലുവിളി. കാരണം ഈ മരത്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ അതിൻ്റെ എത്രമാത്രം ഉയരത്തിലാണ് ഇരിക്കുന്നതെന്ന് നമുക്കിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അത്രമാത്രം ഉയരത്തിലാണ് ഈ പെരുമ്പാമ്പ് കയറി ഇരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് കയറി പോയി. എങ്ങനെയാണ് അതിൻ്റെ മുകളിലേക്ക് കയറിയത് എന്നുള്ളതൊക്കെ വലിയ രീതിയിലുള്ള ഒരു കൗതുകം ഒപ്പം തന്നെ ആശങ്കയും ഒക്കെ ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നാട്ടുകാർ ഇവിടെ കുറേ ആളുകളൊക്കെ കൂടിച്ചേർന്ന് നിൽക്കുന്നുണ്ട്. ചേട്ടാ, ഇത് നിങ്ങളൊക്കെ എപ്പോഴാണ് കണ്ടത്? മുമ്പ് ഇവിടെ ഇങ്ങനെ ഇത് കണ്ടിട്ട് അറിയാൻ പാടില്ല. ഞാൻ ഈ നാട്ടുകാരനല്ല, അത് കണ്ടിട്ട് അറിഞ്ഞിട്ട് വന്നതാണ്. നിങ്ങളിവിടെ ഉള്ളവരാണോ? അങ്ങനെ കണ്ടു മധ്യത്തിൽ ഇങ്ങനെ മരത്തിന് മുകളിൽ പാമ്പുകളൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ അതുപോലെ? ഇല്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള കാര്യത്തെ കുറിച്ച് വല്ലോ അറിവുണ്ടോ? ഇല്ല, അറിവില്ല. ഞാനിവിടെ വണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ആളുകൂട്ടം കണ്ടിട്ട് നോക്കിയാണ്. ശരി, എന്തായാലും ദിവ്യ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് പറയാനുള്ളത്. ഇവിടെ കണ്ടറിഞ്ഞ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ കണ്ടറിഞ്ഞ് വന്നിരിക്കുന്ന ആളുകൾ തന്നെയാണ് കൂടുതലായിട്ടും ഇവിടെ എത്തിയിരിക്കുന്നത്. അവർ വരുന്നു, വാഹനങ്ങൾ നിർത്തി ഈ ഇത്തരത്തിലൊരു കാഴ്ച കാണുന്നു.
വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിൻ്റെ ഒരു മറുഭാഗത്തായിട്ട് ഈ പരിസരത്തുമായിട്ടും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ ഈ പാമ്പിനെ കുറിച്ചുള്ള പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ ദീപ്യ പറഞ്ഞതുപോലെ തന്നെ പറയുന്നുണ്ട്. കാരണം ഇത് എത്രമാത്രം വലിപ്പമുണ്ട്, അത് ഏത് രീതിയിലുള്ള പാമ്പാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ പറയണം. പക്ഷേ ഇത് വലിയ ഒരു ഉയരത്തിൽ ആണ് ഇപ്പോൾ നിലവിൽ ഇരിക്കുന്നത്. സ്പെഷ്യലി പാമ്പ് ഇവിടെ എത്തിയത് എങ്ങനെയാണ്, ഇത് മുകളിലേക്ക് കയറി അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ അതിലേറ്റവും ഉയർന്ന സ്ഥലത്ത് ഒരു ചെറിയ ചില്ലയിൽ പെരുമ്പാമ്പ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യുകയാണ് എന്നുകൊണ്ട് നമുക്ക് പറയാം. കാരണം അത്തരത്തിൽ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പാമ്പിനെ നമുക്ക് കാണാൻ സാധിക്കുക. ഇടയ്ക്കിടയ്ക്ക് കാക്കകളൊക്കെ വരുന്നുണ്ട്, മറ്റ് പക്ഷികളൊക്കെ വരുന്നുണ്ട്, വന്ന് അതിനെ ഉപദ്രവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്.